എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിടി റിവ്യൂ ആണ്. വിലായത്ത് ബുദ്ധ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ സിനിമയാണ്. ഏതാണ്ട് പൃഥ്വിരാജിന്റെ ഒരു 1.5 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു മലയാള സിനിമ അല്ലേ? ആയിരിക്കണം. ഓക്കെ, നമ്മുടെ സച്ചിയുടെ ഒരു ഡ്രീം പ്രൊജക്ട് ആയിരുന്നു അത്. ആ പ്രൊജക്ട് പിന്നീട് ആളുടെ ശിഷ്യൻ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ വിലായത്ത് ബുദ്ധ വേറെ ലെവല് സിനിമയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ദുഗോപന്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയത് എന്നുള്ള ഒരു സിനിമയാണത്. GR ഇന്ദുഗോപനും പിന്നെ വേറെ ആളും കൂടിയുണ്ട്, രാജേഷ് പിന്നാടൻ. രാജേഷ് പിന്നാടനും കൂടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും നീ ഞാൻ പറഞ്ഞോട്ടെ സിനിമയെ കുറിച്ച്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, അപ്പൊ അതിന്റേതായ ഒരു വലിപ്പം അതിനുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്നൊരു സിനിമ, വലിയ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ആയിട്ട് വരാൻ പോകുന്ന മലയാളത്തിലെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാത്തിരുന്നു. പിന്നെ അതിനിടയിൽ പൃഥ്വിരാജിന് ഒരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് വീണ്ടും നീണ്ടുപോയി. അപ്പൊ അങ്ങനെ ആ ഒരു പ്രതീക്ഷ കുറച്ചും കൂടി ഇങ്ങനെ കൂടി വരുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടീസർ പുറത്തു വന്നത്. ടീസർ പുറത്തു വന്നപ്പോ അതിന്റെ ലെവല് കണ്ടപ്പോ ഇതൊരു മാസ് മസാല, നമ്മുടെ തെലുങ്കിലൊക്കെ ഉള്ള ചില സിനിമകളുണ്ടല്ലോ, തമിഴ് സിനിമകളുടെ ഒക്കെ രീതി ഉണ്ടല്ലോ, അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ മനസ്സിൽ. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണെന്നുള്ളൊരു ഒരു തോന്നലുണ്ടായി. അതോടെ ആ പ്രതീക്ഷ മൊത്തത്തിൽ പോയി. പിന്നെ അതിന്റെ ട്രെയിലർ വന്നപ്പോഴാണ് കുറച്ചെങ്കിലൊക്കെ ഒരു ട്രെയിലർ വന്നപ്പോ നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ ഒരു ആവേശമൊക്കെ വന്നായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ആണ് എന്ന് തോന്നിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അതിന് കാത്തിരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നേക്കാൾ കൂടുതൽ മച്ചാനായിരുന്നു. അതുകൊണ്ടാണ് ആള് സിനിമക്ക് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അഭിപ്രായം ചോദിക്കാം. മുത്തേ പറഞ്ഞു, എന്താണ് അഭിപ്രായം? ഞാനാണല്ലോ പറയേണ്ടത്. എന്താണെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പോസിറ്റീവിൽ നിന്ന് തുടങ്ങണോ നെഗറ്റീവിൽ നിന്ന് തുടങ്ങണോ? നല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും പോസിറ്റീവ് തുടങ്ങുന്നതായിരിക്കും നല്ലത് അല്ലേ? അങ്ങനല്ല, സിനിമ കണ്ടപ്പോ നമ്മുടെ മനസ്സിലേക്ക്, അതായത് നീ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ എന്നെ കാണുന്ന സമയത്ത് ആദ്യം നിനക്ക് പറയണം തോന്നിയ കാര്യം എന്താണെന്നുള്ളത് ആദ്യം പറയണം തോന്നിയ കാര്യം ഇതിലെ ഷമ്മി തിലകന്റെ പെർഫോമൻസാ. പോസിറ്റീവാണ്, ഗംഭീര പെർഫോമൻസ്. അത് പല സമയങ്ങളിലും നമുക്ക് നമ്മുടെ മിസ് ചെയ്തു പോയ തിലകൻ ചേട്ടനൊക്കെ ഓർമ്മ വരും. അത്ര ഭയങ്കര, അതായത് ആള് 2 ഏജിലുണ്ടല്ലോ, 2 ലുക്കിൽ, ആ ഏജ് ആയിട്ടുള്ള ലുക്കിൽ വരുമ്പോ ശരിക്കും അത്രയ്ക്ക് ഗംഭീരമായിട്ട് തിലകൻ ചേട്ടൻ തന്നെ വന്ന് നിന്ന് ചെയ്യാണോ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് തോന്നും. അത് രൂപം കൊണ്ടാണെങ്കിലും ആളെ സൗണ്ടും പെർഫോമൻസും എല്ലാം കൊണ്ടും വേറെ ലെവലാക്കിയിട്ടുണ്ട് ഷമ്മി തിലകൻ. അതാണ് എനിക്ക് ഫസ്റ്റ് പോസിറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് എനിക്ക് തോന്നിയത് പൃഥ്വിരാജിന്റെ കാര്യം തന്നെ. പൃഥ്വിരാജും ആളെ ആ ഒരു കൊടുത്തിരിക്കുന്ന അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ആളെ അല്ലെങ്കിലും മാസ സിനിമകളിലൊക്കെ ആള് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടുവയിലൊക്കെ ഒരു ഫേസിൽ വരുന്ന ഒരു സംഭവമുണ്ട്, കടുവ സിനിമയിലൊക്കെ ഇടുന്ന അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആളെ എല്ലാ മാസ സിനിമയിലും ഉള്ളത് തന്നെയാണ് അതൊക്കെ. ആളല്ലാണ്ട് പ്രത്യേകിച്ച് അതിനകത്തൊരു മാറ്റമൊന്നുമില്ല. പിന്നെ രൂപത്തിലും അങ്ങനെ ചെറിയ മാറ്റങ്ങൾ, മേക്കപ്പിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഒന്ന് ഇരുളിപ്പിച്ചു. പിന്നെ പെർഫോമൻസും കൊള്ളാം. ആ ഒരു ബേസ് വെച്ചിട്ടുള്ള പെർഫോമൻസും നന്നായിട്ടുണ്ട്. ഫൈറ്റൊക്കെ കീടില്ല. അതായത് ഇന്റർവെല്ലിന് മുന്നേ ഒരു ഫൈറ്റ് ഉണ്ട്, അത് ഒരു 1.5 ഫൈറ്റാ. അത് ഗംഭീരമുണ്ട്. പിന്നെ ഉള്ളത് ലാസ്റ്റിലേക്കൊക്കെ ഉള്ളത് അതും കുഴപ്പമില്ലാതെ ഫൈറ്റ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി, നമ്മൾ അയ്യപ്പനും കോശി സിനിമ കണ്ടിട്ടില്ലേ? സച്ചിന്റെ സിനിമയാണ്. സച്ചിന്റെ അസിസ്റ്റന്റ് തന്നെയായിരുന്നു ജയൻ നമ്പ്യാർ. അതിന്റെ ആ ഒരു സ്റ്റൈല് തന്നെ ഇതിനകത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതായത് നമുക്ക് ഇങ്ങോട്ടൊരു മെയിലീഗോ സാധനം, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള സംഭവം, ഈ മെയിലീഗോ ആ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇതിന്റെ BGM, ജോയ് പല സമയങ്ങളും ആള് കത്തിച്ചിട്ടുണ്ട് സാധനം. അതായത് അത്ര ഗംഭീരമായിട്ട് ആള് ആ ഫൈറ്റ് സമയങ്ങളിലൊക്കെ അങ്ങോട്ട് ചീറി പൊളിച്ചിട്ടുണ്ട്. അതേപോലെ പൃഥ്വിരാജിനെ കാണിക്കുന്ന സമയങ്ങള്, അങ്ങനെ പല സമയങ്ങളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിന്റെ എന്താ പറയാ, ഈ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, കണ്ടന്റ് നല്ല അടിപൊളി സംഭവമായിരുന്നു. അതായത് ചന്ദനം കടത്തുന്ന ആ ഒരു സംഭവങ്ങളും, പിന്നെ കുറെ ഇതിന്റെ ഈ കടത്തിക്കൊണ്ട് പോകുന്ന രീതി, പിന്നെ ഇതിനകത്ത് ചേസിങ്, അതായത് ഫോറസ്റ്റുകാർ പിന്തുടരുന്ന കുറച്ച് സംഭവം, ആ സീനൊക്കെ വെടിക്കെട്ട് സീനാ. പിന്നെ അതുപോലെ ഒരു മലയാളം പുഷ്പ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ ഇതുവരെ പറയാണ്ടിരിക്കുന്നു. അല്ല, ഈ ചന്ദനക്കടത്ത് കാര്യങ്ങൾ ഇതൊക്കെ അതിൽ പെടൂല. അതിന്റെ ഒക്കെ അപ്പുറത്ത് അതൊക്കെ ചന്ദനക്കടത്തൊക്കെ പണ്ട് നമ്മുടെ സിനിമകളൊക്കെ വന്നിട്ടുള്ള, പക്ഷെ പുഷ്പയായിട്ട് കമ്പയർ ചെയ്യണ വേറെ കുറച്ച് സംഭവങ്ങളാ. അതായത് അതിനെക്കുറിച്ച് എനിക്ക് ഈ സിനിമ കാണാൻ തുടങ്ങി അവസാനം വരെ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്.
അത് ഈ ചന്ദനക്കടത്ത് നടത്തുന്ന കൊള്ളക്കാരുണ്ടല്ലോ, ചന്ദന കൊള്ളക്കാർ, ഇവരുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെയായിരിക്കുമോ? അതായത് നമ്മള് പുഷ്പയില് കണ്ടില്ലേ രശ്മിക മന്ദാനന്റെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ പോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോഴും ആളുടെ ക്യാരക്ടറും. അതായത് ഹാർഡ് കോർ എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടി കുറഞ്ഞു. അതായത് ഇവർക്ക് എല്ലാം ഓപ്പണാ, ഒരു അങ്ങനത്തെ ഒരു സംഭവം. എനിക്ക് ഈ സിനിമയില് ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയില് എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഇവര് തമ്മിലുള്ള പ്രണയം. ആ സീനുകളും പിന്നെ ഇതിന്റെ CGI, ഈ പ്രണയം കാണിക്കുന്ന സമയത്ത് വേറെ കുറെ CGI സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് പിന്നെ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡ്യൂറേഷനാണ്. 3 മണിക്കൂറുണ്ട് സിനിമ. ഇതുപോലത്തെ അനാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് എടുത്തു കളഞ്ഞായിരുന്നെങ്കിൽ നല്ല കിടിലൻ ഒരു എന്റർടൈനർ ആയിട്ട് കിട്ടിയാണ്. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു ആവറേജിന്റെ മുകളിലുള്ളൂ, അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്. ബാക്കി ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചായിരുന്നേ, അല്ലെങ്കിൽ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ പോലും. അതായത് ലവ് ട്രാക്ക് നായികയും നായകനും തമ്മിലുള്ള സീനുകൾ അത് കുറച്ച് ഓവർ തന്നെ. അത് നമുക്ക് ആ സമയം കാണുമ്പോഴാണ് നമുക്ക് ഇത് പുഷ്പയാണല്ലോ, അല്ലെങ്കിൽ പുഷ്പയിലും ഇങ്ങനെ തന്നെ അല്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിലോട്ട് തോന്നുന്ന സംഭവം അതാണ്. പിന്നെ ഇത് അപ്പൊ പിന്നെ ബാക്കിയെല്ലാം നോക്കുമ്പോ എല്ലാം അതേപോലെ തന്നെയാണ് ശരിക്കും. പിന്നെ അതെ അതെ അതെ. ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പയൊക്കെ വരുന്നതിന്റെ മുന്നേ എഴുതി വെച്ച സാധനമാണെന്ന് മാത്രം. നോവല് അതിന് മുന്നേ എഴുതിയാണ്. പിന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ. ഇത് അതിനു മുന്നേ വന്നതാണല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി പറയാം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി തന്നെ ആയിരിക്കാം മറ്റുള്ള, അത് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു സംഭവം, അതായത് ഈ ഒരു സിനിമ നമ്മൾ സച്ചിന്റെ കാര്യം ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം. ഇത് സച്ചിന്റെ ഡ്രീം പ്രൊജക്ട് ആയിരുന്നു ഈ വിലായത്ത്. പക്ഷെ സച്ചിയാ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും, അതായത് നമുക്ക് ഈ നെഗറ്റീവ് പറയേണ്ട കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. അത് ശരിയാട്ടോ. അതെന്താ ഞാൻ സിനിമ കണ്ടിട്ടില്ല എങ്കിലും പറയാം. അതായത് ഇപ്പൊ സിനിമ കാണാത്ത നീ എന്തിനാ അഭിപ്രായം പറയുന്നതല്ല, സിനിമയെ കുറിച്ചല്ല പറയാൻ പോകുന്നത്, വേറെയുള്ള സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. അയ്യപ്പനും കോശിയും, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അനാർക്കലി പിന്നെ അതിൽ പെടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഈ മെയിൽ ഈഗോ സംഭവം ഉണ്ടല്ലോ, അതായത് ഒരേ കഥയാണ് ശരിക്ക്. പ്ലേസ്മെന്റ് മാറ്റം, മേക്കിങ്ങിന്റെ രീതി കൊണ്ട് മാറ്റം കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ഒരുപോലെ തോന്നിയില്ല. അപ്പൊ എന്തായാലും ഇതിപ്പോ പുഷ്പ ലെവലിലേക്കൊന്നും, അല്ലെങ്കിൽ ഇപ്പൊ ആ പറഞ്ഞ ട്രാക്കില്ലേ ലവ് ഒന്നും, അതൊന്നും ഒരിക്കലും ആ ലെവലിലേക്കേ വരില്ല. കാരണം ആളുടേതായ രീതിയിൽ എന്നുള്ള ഒരു വാശിയുള്ള ആളാണ്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മളിപ്പോ പറയുന്ന അയ്യപ്പനും കോശിയിലും ഉണ്ട് അയ്യപ്പന്റെ ഭാര്യയായിട്ടൊരു ക്യാരക്ടർ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിയാണ്, തൊട്ടാ പൊള്ളുന്ന പെണ്ണെന്ന് പറയില്ല, അങ്ങനത്തെ ക്യാരക്ടർ ആള് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലും ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ആളിങ്ങനെ, അതായത് ഈ ഡബിൾ മോഹന്റെ ചങ്ക് പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളാണ്. ആ ഒരു സാധനമാണ്. പക്ഷെ ഇതിനകത്ത് എന്താണെന്നറിയോ, ആവശ്യമില്ലാത്ത സമയത്തും നമുക്ക് ഇവരിപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട, അപ്പൊ നമുക്ക് വിചാരിക്കും ഓ ക്രിഞ്ചി തുടങ്ങി. അത് നമുക്ക് അങ്ങനെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നെഗറ്റീവ്. അത് കുറച്ച് ഓവറാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇവരുടെ പെർഫോമൻസ് മോശം എന്നല്ലോട്ടോ ഞാൻ പറഞ്ഞത്. ഇവര് പെർഫോമൻസ് ഒക്കെ ഗംഭീരമാണ്. പക്ഷെ ആ ഒരു ട്രാക്ക്, ഈ അഭിനയമൊക്കെ അടിപൊളിയാണ്. പക്ഷെ ആ ഒരു ട്രാക്കിനകത്ത് വരുന്ന കുറച്ച് സംഭവം ഉണ്ടാവും. ഇത് മാത്രം കൊണ്ടുപോകുമ്പോൾ, ഇത് മാത്രം കാണിക്കുന്ന സമയത്ത് ഇവര് ഭയങ്കര അത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ സിനിമ മാസ് ആക്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാസ് ആക്ഷൻ പെർഫോമൻസ്, അതായത് ഷമ്മി തിലകന്റെയും ഈ പൃഥ്വിരാജിന്റെയും പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതി ഗംഭീരമാണ്. അത് മാക്സിമം സച്ചിനെ പിടിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ശിഷ്യനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലൂടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജിന്റെ മുകളിലുള്ള സിനിമ. ഈ ഒരു ട്രാക്കൊക്കെ മാറ്റിയായിരുന്നെങ്കിൽ, ഒന്ന് ടൈം ഡ്യൂറേഷൻ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ഗംഭീര ഒരു നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയേനെ എന്ന് തോന്നിയിട്ടുണ്ട്. അതാണെങ്കിലും എനിക്കും തോന്നിയിട്ടുണ്ട് ഡ്യൂറേഷൻ ഭയങ്കര ബോറായിട്ട് തോന്നി. കാരണം എന്താ അറിയോ, ഞാൻ പുറത്ത് കാത്തിരിക്കുന്നു. എക്കോ സിനിമ കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിൽക്കുക, ആള് പുറത്തിറങ്ങാനേ. അല്ല സത്യമുള്ള 3 മണിക്കൂർ ആലോചിച്ച് നോക്കിയ സിനിമ. ശരിയാണ്, 3 മണിക്കൂറൊക്കെ ഈ ബ്രഹ്മാണ്ഡ സിനിമകൾ, ഈ ബാഹുബലി അങ്ങനെയുള്ള വലിയ സിനിമകളൊക്കെ വരികയാണെങ്കിൽ ഓക്കെ, അത് വിഷ്വലി നമുക്ക് കുറെ സംഭവങ്ങൾ കാണാണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ചന്ദനങ്ങള് അല്ലെങ്കിൽ ആ ഒരു വീട് അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള പ്രശ്നം, ഇത് മാത്രമല്ലേ ഇതിൽ കിടന്നിട്ടല്ലേ കിടക്കുന്നത്. വേറെ എവിടെയും ഇതിന്റെ ഇത് പോകുന്നില്ലല്ലോ. എന്താണെങ്കിലും എനിക്ക് എബോവ് ആവറേജ് ആയിട്ട്
എനിക്ക് എബോവ് ആവറേജ് ആയിട്ട് മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. മറ്റുള്ള വിശേഷങ്ങളല്ല എക്കോടെ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.